ഹലോ ഹായ്, ഇതൊരു ബോട്ടാണ് കേട്ടോ. ബോട്ടത്തിൻ്റെ ബാക്കിയുള്ള സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അലാസ്റ്റിക് ഇടുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്ക ആൾക്കാർക്കും അലാസ്റ്റിക് അരവണ്ണം നമ്മൾ അളന്നെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അലാസ്റ്റിക് ഇടുന്നത്, എത്ര കുറച്ചാണെന്നൊന്നും അറിയാൻ പാടില്ലാത്തവർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരാളുടെ അളവെടുത്തിട്ടുണ്ടെങ്കിൽ അരവണ്ണം നമ്മൾ എടുത്ത് അതിൻ്റെ 3 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ അലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ ഇത് 36 ഇഞ്ച് വണ്ണമുള്ള ഒരാളുടെയാണ്. അപ്പോൾ ഞാനത് 36 ഇഞ്ച് വണ്ണമുള്ള ആളുടെ നമ്മൾ 3 ഇഞ്ച് കുറച്ചിട്ട് ഒരു 33 ഇഞ്ചാണ് അലാസ്റ്റിക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എത്രയാണോ വണ്ണം ഉള്ളത് ആളുടെ വണ്ണം നമ്മൾ അരവണ്ണം എടുക്കണം, അതിൻ്റെ 3 ഇഞ്ച് കുറച്ചിട്ടാണ് അലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. പിന്നെ 3 ഇഞ്ച് കുറച്ച് അലാസ്റ്റിക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു തയ്യൽ തുമ്പ് വരും, 1 ഇഞ്ച് 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പും വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല പോലെ ജോയിൻ്റ് ചെയ്തെടുക്കാം. കട്ട് നല്ല പോലെ ഇത് കൊടുത്തിട്ട് നന്നായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അലാസ്റ്റിക് നമ്മളെ പാൻറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ വിട്ട് പോരുന്ന രീതിയിലേക്ക് പോരും. അപ്പോൾ നല്ലപോലെ നമ്മൾ എത്രയോ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അലാസ്റ്റിക് കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഭാഗം 4 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക. നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ചിങ്ങും കൊടുക്കാതെ അടിക്കണേലും നല്ലത് ഇതുപോലെ 4 ഇഞ്ച് മടക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. മടക്കി ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ തുടക്കക്കാർക്കും ഒക്കെ ഇതാണ് എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ മടക്കിയൊക്കെ അടിക്കുമ്പോൾ അലാസ്റ്റിക്കിലേക്ക് സ്റ്റിച്ചിങ് കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കി അടിച്ചിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ഇതേ അലാസ്റ്റിക് ഇങ്ങനെ വച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ അതേ ഇങ്ങനെ വച്ച് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുക. അലാസ്റ്റിക്കിൽ നിന്ന് കുറച്ചുകൂടെ ഒരു 4 ഇഞ്ചും കൂടി വീതിയിൽ കൂടുതൽ മടക്കിയിട്ട് ആ 4 ഇഞ്ചിലേക്ക് നമ്മൾ സ്റ്റിച്ചിങ് കൊള്ളാവുന്ന രീതിയിലാണ് ഇത് അടിച്ചെടുക്കാമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ അലാസ്റ്റിക്കിലേക്ക് സ്റ്റിച്ചിങ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അലാസ്റ്റിക് ഉള്ളിൽ നിന്ന് വലിച്ചെടുത്താൽ പോരൂല. അങ്ങനെ അലാസ്റ്റിക്കിൽ കൊള്ളാതെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഉള്ളിൽ നിന്ന് അലാസ്റ്റിക് വലിച്ച് എടുത്തിട്ട് ഫ്ലീറ്റൊക്കെ നന്നായിട്ട് ഇരിക്കണ പോലെ കിട്ടണമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അലാസ്റ്റിക്കിൽ ഇതിങ്ങനെ വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ അടിച്ച ഭാഗത്തേക്ക് എല്ലാം ഒന്നിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അലാസ്റ്റിക് അധികമാക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടിലാണല്ലോ സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിച്ചതൊക്കെ നന്നായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് സ്റ്റിച്ചിങ് കഴിയും. പിന്നെ ഇതുപോലെ ഈ 1.25 ഇഞ്ച് വീതിയിൽ വെറുതെ അടിച്ചിട്ട് അലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതാവുമ്പോൾ അതിലും എളുപ്പത്തിൽ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. അതെ, അപ്പോൾ നമ്മൾ ചെയ്ത ആ ഫ്ലീറ്റുകളൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിലേക്ക് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഒരേ രീതിയിലേക്ക് വച്ചിട്ട് വേണം നമ്മൾ മേളിൽ കൂടെ അടിപ്പ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഞെറിവൊക്കെ ഒരേ സ്ഥലത്തൊക്കെ തൂത്ത് കൂടിയ പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ ലെവൽ ചെയ്ത് 2 അലാസ്റ്റിക് കറക്റ്റ് ഇതാക്കി വെച്ചിട്ട് വേണം മേളിൽ കൂടെ അടിക്കാൻ. ഞാനിത് ഇതിൻ്റെ അളവ് ഒന്നുകൂടെ വെച്ച് നോക്കിയതാണ്. അങ്ങനെ ഒന്നുകൂടെ നമ്മൾ സ്റ്റിച്ചിങ്ങിന് മുമ്പ് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അഴിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഇതേ മേളിൽ കൂടെ നമ്മൾ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അലാസ്റ്റിക് ഒന്ന് വലിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ആ സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഇതേ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെറും ഒരു 5 മിനിറ്റ് മതിയിട്ട് നമുക്കിങ്ങനെ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. നല്ല ഫിനിഷിങ്ങിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്ക്. താങ്ക് യു.